ന്യൂയോർക്ക് സിറ്റിയിൽ റോബോട്ടുകൾ വന്നിട്ട് ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സ് അവിടേക്ക് വന്നിട്ട് ആ റോബോട്ടുകളെയെല്ലാം ആക്രമിച്ച് നശിപ്പിക്കുന്നു. ആ റോബോട്ടുകൾ മാർവലസ് സ്റ്റുഡിയോയുടെ പ്രോപ്പർട്ടി ആണെന്ന് അവഞ്ചേഴ്സ് കണ്ടുപിടിക്കുന്നു. അവഞ്ചേഴ്സ് മാർവലസ് സ്റ്റുഡിയോയിലേക്ക് എത്തുമ്പോൾ അവിടെ സ്കോട്ട് ലാങ് അഥവാ ആന്റ്മാനെ കാണുകയാണ്. ആന്റ്മാൻ അവിടെ ഒരു മൂവി ചെയ്യുന്ന തിരക്കിലാണ്. അവഞ്ചേഴ്സിന്റെ സ്റ്റോറിയെ ബേസ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ആന്റ്മാൻ തയ്യാറാക്കുന്നത്. ബ്ലാക്ക് വിഡോ ആ റോബോട്ടിന്റെ ഹെഡ് ആന്റ്മാന് കൊടുത്തിട്ട് പറയുവാണ്, ന്യൂയോർക്ക് സിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു റോബോട്ടിന്റെ തലയാണിത്. നിനക്ക് ഈ റോബോട്ടിനെ കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? അതിന് മറുപടിയായിട്ട് ആന്റ്മാൻ പറയുവാണ്, ഇത് ഞങ്ങളുടെ റോബോട്ടുകളിൽ ഒന്നാണ്. ഇതിനെ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഈ റോബോട്ടിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നൊക്കെ. ഈ സമയത്ത് ഹോക്കൈ മറ്റൊരു റോബോട്ടിനെ കൂടെ കണ്ടുപിടിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന റോബോട്ടുകൾ അവഞ്ചേഴ്സിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അവഞ്ചേഴ്സ് വിട്ടുകൊടുത്തില്ല. അവഞ്ചേഴ്സ് ആ റോബോട്ടുകളെ ആക്രമിച്ച് തറ പറ്റിക്കുന്നു. ഈ സമയത്ത് എലൈ സ്റ്റാർ അഥവാ എഗ് ഹെഡ് അവിടേക്ക് വന്നിട്ട് അവഞ്ചേഴ്സിനോട് പറയുവാണ്, ഞാൻ ഈ സിനിമയിൽ VFX ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ എന്റെ നല്ല വർക്ക് ആയിരുന്നിട്ട് കൂടി ഇവരെല്ലാം എന്നെ ഇവിടെ നിന്ന് പുറത്താക്കി. എന്നെ എഗ് ഹെഡ് എന്ന് വിളിച്ച് എല്ലാവരും കളിയാക്കി. എല്ലാവർക്കും 8ന്റെ പണി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് എഗ് ഹെഡ് ലാവാമെന്നെ അവഞ്ചേഴ്സിനെ ആക്രമിക്കാനായിട്ട് അയക്കുന്നു. ലാവാമെന്റെ ആക്രമണത്തിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാൻ ശ്രമിക്കുവാണ് അവഞ്ചേഴ്സ്. എന്തായാലും ഒരു വിധത്തിൽ അവഞ്ചേഴ്സ് ലാവാമെന്നെ തറ പറ്റിക്കുന്നു. ഈ സമയത്ത് എഗ് ഹെഡ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. എഗ് ഹെഡിനെ തപ്പി ആന്റ്മാന്റെ സഹായത്തോടെ എഗ് ഹെഡിന്റെ ബേസിലേക്ക് അവഞ്ചേഴ്സ് എത്തുന്നു. എന്നാൽ എഗ് ഹെഡ് അവഞ്ചേഴ്സിനെ കാത്തിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ എഗ് ഹെഡ് താൻ ഉണ്ടാക്കിയ എഗിന്റെ ഡിസൈനിലുള്ള ഒരു റോബോട്ടിക് ആർമർ സ്യൂട്ടപ്പ് ചെയ്യുന്നു. എഗ് ഹെഡ് തന്റെ റോബോട്ടിക് ആർമർ സ്യൂട്ട് പോലെയുള്ള മറ്റു റോബോട്ട്സിനെയും ഉണ്ടാക്കിയിട്ട് ന്യൂയോർക്ക് സിറ്റിയുടെ പല ഭാഗത്തേക്ക് ലോഞ്ച് ചെയ്യുകയാണ്. അവഞ്ചേഴ്സ് എഗ് ഹെഡിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആ ശ്രമമെല്ലാം പാളിപ്പോകുന്നു. ഈ സമയത്ത് എഗ് ഹെഡിന്റെ റോബോട്ടുകൾ ന്യൂയോർക്ക് സിറ്റിയുടെ പല ഭാഗത്തായിട്ട് ലാൻഡ് ചെയ്യുന്നു. അതുമാത്രമല്ല, ആ റോബോട്ടുകൾ ജനങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുവാണ്. എന്തായാലും ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം ഹോക്കൈയുടെയും ബ്ലാക്ക് വിഡോയുടെയും സഹായത്തോടെ ആന്റ്മാൻ എഗ് ഹെഡിന്റെ റോബോട്ടിക് ആർമറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് തന്റെ എല്ലാ ശക്തിയും എടുത്ത് എഗ് ഹെഡിനെ പഞ്ച് ചെയ്ത് തറ പറ്റിക്കുന്നു. അതെ, എഗ് ഹെഡിനെ അവഞ്ചേഴ്സ് ഡിഫീറ്റ് ചെയ്തു. അതോടെ ന്യൂയോർക്ക് സിറ്റിയിലെത്തി ജനങ്ങളെ ഭീതിപ്പെടുത്തിയ റോബോട്ടിക് ആർമേഴ്സും നിശ്ചലമായി. ആന്റ്മാനെ വീണ്ടും അവഞ്ചേഴ്സിലേക്ക് ക്ഷണിക്കുകയാണ് ബ്ലാക്ക് വിഡോ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.